ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് കണവ കറി. തോരനൊക്കെ സാധാരണ എല്ലാവരും വയ്ക്കുന്നതായിരിക്കും. കണവ ഈ രീതിയിലൊന്ന് വച്ച് നോക്കിയാലോ. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാൽ മതിയാകുമേ. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരാൻ 5 മിനിറ്റ് അടച്ചു വെച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. ഞാൻ 3 വലിയ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. അതിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിനൊപ്പം നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത്, വാളൻ പുളിയാണേ, അതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനിയൊരു മൺചട്ടി എടുത്ത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കാം. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കണവ ചേർക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട. ഇനി നമ്മൾ അരച്ച് വെച്ച ആ കൂട്ടത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് ഈ ജാറ് കഴുകിയ വെള്ളം തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ തിള വന്ന് തുടങ്ങും. തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ കണവയുടെ വേവ് നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയം ചേർക്കണം. അങ്ങനെ നമ്മുടെ കണവ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ വിഭവം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.